PCOD വരാൻ സാധ്യതയുള്ള ആൾക്കാരെ കുറിച്ച് അറിഞ്ഞിരിക്കാം. അതായത് ഈ അസുഖം ഭാവിയിൽ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ആരൊക്കെ കെയർഫുൾ ആയിരിക്കണം എന്നറിയാം. ആദ്യമായിട്ട് തന്നെ സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഉള്ളവരാണ് കെയർഫുൾ ആയിട്ടിരിക്കേണ്ടത്. അതായത് ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിനുണ്ടെങ്കിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഒബീസ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക്, BMI ഒരു ഏകദേശം 30 എബോവ് ഉള്ള ആളുകൾക്ക് PCOD വരാനുള്ള നല്ലൊരു ചാൻസ് ഉണ്ട്. പിന്നെ ഏജ് ഗ്രൂപ്പ് എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മൾ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകൾക്ക് തന്നെയാണ് PCOD അധികവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതായത് 15നും 49 വയസ്സിനും ഇടയിലുള്ള ആ പ്രായത്തിലുള്ള സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ PCOD കണ്ടുവരുന്നത്. പിന്നെ പുവർ ഡയറ്റ് ഫോളോ ചെയ്യുന്ന സ്ത്രീകൾ, അതായത് ഭയങ്കര ഷുഗർ, ഭയങ്കര ഫാറ്റി ഫുഡ്സ് ഒക്കെ കഴിക്കുന്ന, ഭയങ്കര സാൾട്ട് അടങ്ങിയ ഫുഡൊക്കെ ധാരാളം കഴിക്കുന്ന സ്ത്രീകളിലും കുറച്ച് സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് ക്രോണിക് സ്ട്രെസ് അനുഭവിക്കുന്ന സ്ത്രീകളിൽ PCOD റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ക്രോണിക് സ്ട്രെസ് ഒരു ഹോർമോണൽ ഇംബാലൻസിലേക്ക് നയിക്കാം. പിന്നെ കാണപ്പെടുന്നത് ദിവസവും നന്നായിട്ട് ഉറങ്ങാത്ത സ്ത്രീകളിലാണ്. അവരുടെ ഉറക്കം ഭയങ്കര ഡിസോർഡർ ആയിരിക്കും, ഇറഗുലർ സ്ലീപ്പ് ആയിരിക്കും. അങ്ങനത്തെ സ്ത്രീകളിലും PCOD കാണുന്നുണ്ട്. പിന്നെ തൈറോയിഡ് ഡിസോർഡറിൽ നല്ലൊരു ശതമാനം സ്ത്രീകളിൽ, അത് ഹൈപ്പോതൈറോയിഡ്സ് ആവട്ടെ ഹൈപ്പർ തൈറോയിഡ്സ് ആവട്ടെ, അതിൻ്റെ കൂടെ PCODയും കണ്ടുവരാറുണ്ട്. നമ്മുടെ ആരോഗ്യത്തിന് മെന്റൽ ഹെൽത്ത് വളരെ പ്രധാനമാണെന്ന് അറിയാലോ. അപ്പോൾ ഈ ഡിപ്രഷനും ആൻസൈറ്റിയും ഒക്കെ ഒരുപാട് നാളുകളായിട്ടുള്ള ആളുകൾക്ക്, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഉറക്കക്കുറവുള്ള ആളുകൾക്കൊക്കെ PCOD വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത് വെച്ചാൽ, ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിന് PCOD ഉണ്ടെങ്കിൽ നമ്മളൊന്ന് കെയർഫുൾ ആയിട്ടിരിക്കുക. നമ്മൾ ഭയങ്കര ഒബേസ് ആണ്, നമ്മളെ BMI മോർ ദാൻ 30 ഉണ്ടെങ്കിൽ ഒന്ന് കെയർഫുൾ ആയിരിക്കാം. നമ്മുടെ ഭക്ഷണം ഭയങ്കര സോൾട്ടും ഷുഗറും ഫാറ്റും ഒക്കെ അടങ്ങിയ ഭക്ഷണമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കെയർഫുൾ ആയിട്ടിരിക്കാം. പിന്നെ ഭയങ്കര ഡിപ്രഷനും ക്രോണിക് സ്ട്രെസ്സും ഉറക്കം ഇല്ലാതെ ഭയങ്കര ആൻസൈറ്റി അങ്ങനെയുള്ള ആളുകളിലും PCOD വരാനുള്ള സാധ്യത